ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ വിനീഗർ. ഇത് ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1 ഹവറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ ഇതാ പാന് ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൽ നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി കൊടുക്കാം. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഇതിലോട്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് ഇടേണ്ടതേനും അത് എന്നോട് മറന്നുപോയി. സാരമില്ല, നമുക്കത് സൈഡിൽ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇതാ ഓൾമോസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ടൊരു തിളച്ച വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചെറിയ തീയിൽ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലെക്സ് 1 ടീസ്പൂൺ, പിന്നെ നിറയെ കറിവേപ്പില. ഇതിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടന്ന് കുക്കായിക്കോട്ടെ. ഇതാ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോസ്റ്റ്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.